കെപിസിസി പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടില്ലെന്ന വി.ഡി. സതീശന്റെ വാദം പച്ചക്കള്ളമെന്ന് സിമി റോസ്ബെൽ ജോൺ. സിപിഐഎമ്മുമായി ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന വി.ഡി. സതീശൻ തെളിവ് പുറത്തുവിടണമെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. അതേസമയം ഗുരുതര വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. മുതിർന്ന വനിതാ നേതാവിനെ പുറത്താക്കിയ നടപടിയിൽ മറുപടിയില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് സിമി റോസ്ബെൽ ജോൺ. കെപിസിസി പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടില്ല എന്ന വി.ഡി. സതീശന്റെ വാദം പച്ചക്കള്ളമെന്ന് സിമി റോസ്ബെൽ തുറന്നടിച്ചു. സിപിഐഎമ്മുമായി താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന വി.ഡി. സതീശൻ തെളിവ് പുറത്തുവിടട്ടെയെന്നും അവർ പറഞ്ഞു. വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് അത് എന്നെ ഭയന്നിട്ടാണോ ഈ CPM-ന്റെ നേരെ കയറുന്നത്? ആ CPM ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം തെളിയിക്കാത്തേ? ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, അപ്പം തന്നെ ആ നിമിഷം ഞാൻ പറഞ്ഞു. എന്നെ അന്നേരം ഇവിടെ ചാനലുകാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഇവരെന്ത് വേണേലും എന്നെ ദ്രോഹിച്ചോട്ടെ, ഇവർ ഇന്നൊന്നും ദ്രോഹിക്കാൻ തുടങ്ങിയതല്ല. രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന സിമി റോസ്ബെല്ലിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് A.K. ബാലൻ പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കണമെന്നും A.K. ബാലൻ ആവശ്യപ്പെട്ടു. നീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല. രണ്ടാമത്, സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് ഒരു വനിതാ നേതാവ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എന്തേ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായി പോയത്? എന്നാൽ ഈ വിഷയത്തിൽ ഒന്നും മറുപടി പറയാനാകാതെ വെട്ടിലായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വനിതാ ദളിത് നേതാവ് ഉന്നയിച്ച ആരോപണം സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞില്ല. ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. No more questions. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.